പറയട്ടെ? ഓക്കെ. നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ നിത്യതിമാരുടെയും വകയായിട്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, നമ്മളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ലല്ലോ. എല്ലാം എന്താണോ സ്പോട്ടിൽ വരുന്നത് അത് കണക്കായിരിക്കും. അതിൻ്റെ ഫലം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പോട്ടിൻ്റെ ടൈം തന്നെ. കൂട്ടുകാരെ, ഞങ്ങളുടെ ഭാരത നടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റിതം. അതായത് പാട്ടിൽ എപ്പോഴും കൂടുതൽ താളത്തിന് പ്രാധാന്യം കൊടുത്തുള്ള കുറച്ച് കൊറിയോഗ്രാഫി കൂടുതലായിരിക്കും അല്ലേ. അതുകൊണ്ട് നമ്മുടെ അനാമിക മോൾ ഇപ്പോൾ അല്പം വൈറലാണ്. ഓക്കെ, ശരി. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ ഓണമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് കൃത്യം 15 മിനിറ്റ് സമയത്ത് ഇത് കേട്ട് അവർ തന്നെ ഒന്ന് മാറ്റിപ്പറ ടീച്ചറെ. എന്നാൽ ശരി, 10 മിനിറ്റ് എന്ന് പറഞ്ഞാലോ. 15 മിനിറ്റ് എടുത്ത് ഞാൻ 10 മിനിറ്റ് പറഞ്ഞത് 15 മിനിറ്റ് അവരെടുത്ത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഒറ്റ ടേക്കിലായിട്ട് 15 മിനിറ്റ് എടുത്തില്ലല്ലേ. ഇപ്പൊ പിന്നെ ഒന്ന് ഒരുങ്ങുന്നൊക്കെ കണ്ടല്ലോ. ആ, മൊത്തത്തിൽ 15 മിനിറ്റ് അത് നിങ്ങളെ അവിടെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹെയറൊക്കെ ക്ലിയർ ചെയ്തില്ലേ, അതിൻ്റെ കൂടെ ടൈമിങ് വെച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ ടേക്കിലായിട്ട് ഈ ഒരു ഓണ സമ്മാനം കാണാം. റെഡി മക്കളെ, മാറി നിൽക്ക്. ഇവർ കളിച്ച് വന്ന് ഇടിക്കും. കളരി 5 ചേട്ടാ ഒരാട്ടാമ്പുഴ ചവിട്ടല്ലേ പാവം. അയ്യോ, ചേച്ചിയുടെ മുടിയും കൂടെ ഇപ്പൊ ഞാനത്ത് വെക്കും. നിക്ക്. ഓക്കെ, 2 മൈക്ക്. അത് ഒറ്റ ഷോട്ടിലായിരുന്നു ആട്ടാമ്പുഴ എടുത്തതിന്റെ ടേക്ക് കൂടെ വന്ന. ആ മക്കളെ, നിമ്മിയുടെ റൈറ്റിലൂടെ കയറണം, ലെഫ്റ്റിലൂടെ ഇറങ്ങണം. പാട്ട് ആരാ എടുക്കുന്നേ? ഓക്കെ, റെഡി 1. ആദ്യമേ ഓടൂ മക്കളെ, കറക്റ്റ് ശ്രദ്ധിച്ചോണേ. റെഡി, നിങ്ങൾ പ്രോപ്പർ കറക്റ്റ് കയറിക്കോണേ. ശ്രദ്ധിക്ക്, അത് എത്തുന്നതിന് മുന്നേ കയറിക്കോണേ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. సాసనీని పబరీని సాసనీని పబగగ సాసనీని సని పని సని పని బగరే. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലകരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. കടം തരുമോ ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം. അധരത്താൽ വാരിയാൽ തിണങ്ങുമോ നീ, അതു നിന്റെ ചുടികളിൽ വിരിഞ്ഞതല്ലേ. ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം. അധരത്താൽ വാരിയാൽ ഇണങ്ങുമോ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ.
കോരിനി നിലവുകൾ തേടി നീ പുലരായതും കാണാതെ പോ ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ നിത്യതിമാര് നിന്റെ വീടിന്റെ അവിടെ കടന്നു പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ വീടിന്റെ അവിടെ വരെ എത്തിയില്ല. കാര്യം ഈ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തോണ്ട് അല്ലേ ഓണം അനങ്ങാൻ വയ്യ. അതിന്റെ കൂടെ നമ്മൾ രാവിലെ അല്ലേ എല്ലാവരും കൂടെ ഒരു കല്യാണത്തിനും കൂടെ പോയി സദ്യയൊക്കെ തട്ടി ഗുണ്ടമണികളായിട്ട് വന്നിരിക്കുകയാണ്. അല്ലാത്തത് അതെ, സദ്യ കഴിച്ചില്ല, അവൾ വന്നില്ല. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഹൃദയം ഇത്രയേറെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു ആനന്ദ ആഘോഷമില്ല. അപ്പൊ നമ്മുടെ ഓണത്തിനെ കുറിച്ച് ഒരു വാക്കും ഈ നൃത്തത്തെ കുറിച്ച് ഒരു വാക്കും ശ്രീലക്ഷ്മി മോള് പറഞ്ഞു. എല്ലാം നമ്മുടെ സ്പോട്ടിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുന്ന സ്കൂളിലെ ഫംഗ്ഷൻ ആയാലും നമ്മുടെ വീട്ടിലെ ആഘോഷമായാലും നമ്മൾ പാരൻസിൻ്റെ ഒക്കെ ഓരോ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നു, കൂട്ടുകാരോടെ വെക്കേഷൻ അടിച്ച് വിളിക്കുക, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളും കുറേ സദ്യ കിട്ടുന്ന ചേച്ചി കോമ ഇട്ടാ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിന് ഒരുപാട് സന്തോഷവും സമൃദ്ധിയും കൊടുക്കുന്ന ഒരു ആഘോഷമാണ്. ഒരുപാട് സന്തോഷം. നൃത്തം ഇടയ്ക്കൊന്ന് തെറ്റി, അതിന് വലിയ സന്തോഷമാണ്. ഓക്കെ, എങ്കിലും നന്നായിട്ട് ചെയ്തു, എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വയലിലായതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിങ്ങനെ ചെറിയൊരു കോണായിട്ടുള്ള ഷോട്ട് എടുത്ത് കേട്ടോ, ഇങ്ങനെ വെച്ചാൽ ആ മതിലൂടെ വന്ന അല്പം വൃത്തികേടാണ്. ഓക്കെ, ശരി. അപ്പൊ കൂട്ടുകാർക്ക് ശ്രീലക്ഷ്മിയുടെ വക ഓണാശംസകൾ. ഓക്കെ, സിദ്ധിമോളെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, നന്നായിട്ട് ചെയ്തു. എല്ലാരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടാ ചെയ്തേ. ഓണത്തിനെ കുറിച്ച് ഓണം സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഓണം വരുന്ന ഏറ്റവും സന്തോഷം സ്കൂൾ അടയ്ക്കും എന്നുള്ളതാണ്. 10 ദിവസം അവധി കിട്ടും. ഇപ്പോഴാണെങ്കിൽ സ്കൂൾ അടയ്ക്കും എന്നുള്ള സന്തോഷമല്ല, സദ്യ കിട്ടും എന്നുള്ള സന്തോഷം. അങ്ങനെ ഇത്രയും വർഷങ്ങളുടെ ഇടയ്ക്ക് വന്ന പരിവർത്തനം അത് മാത്രമാണ്. ഓണം എന്ന ഓണം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലതായിട്ടാ ചെയ്തത്. ഇടയ്ക്ക് വെച്ച് ശ്രീലക്ഷ്മി പോയപ്പോ ഞാൻ കൂടെ പോയി, ഞാനാണ് കളിക്കാനുള്ളതെന്ന് മറന്നുപോയി. ഞാൻ നോക്കിയപ്പോ അവളുടെ കൂടെയൊക്കെ പോയി. പിന്നെ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്, മറന്നുപോയി. ഞാനായിരുന്നു അന്നേരം കളിക്കാനുള്ളത്. ആ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഓണത്തിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ മനസ്സിൽ ഇത്രയും സന്തോഷം, സിദ്ധി പറഞ്ഞ പോലെ സദ്യ കഴിക്കാം, ഇന്ന് തന്നെ ആ ബോളിയും പായസവും ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം. അതായത് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ആലോചിച്ചു, ഇത് ക്രിയേറ്റ് ചെയ്ത ഒരാളത്, ഇത് വാഴയില ഇങ്ങനെ ഓരോ ഭാരത നടനം ഞാൻ എപ്പോഴും ഉപമിക്കുന്നത് ആ സദ്യ. ഏറ്റവും ലാസ്റ്റ് നമുക്കിങ്ങനെ സാറ്റിസ്ഫാക്ഷൻ, ഇത്രയും കഴിച്ച് വന്നിട്ട് ആ മധുരം, പിന്നെ ഇച്ചിരി പുളിശ്ശേരി, പിന്നെ ഇച്ചിരി ഒരു രസം, മോര്, അങ്ങനെ. അതോടെ അത് തന്നെയാണ് എനിക്ക് ഓണത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വിചാരിക്കും ഈ 6 നിത്യതമാര് ഈ ടീച്ചർ ആകെ ജീവിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? നല്ലതായിട്ട് ചെയ്ത്, ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയി. അതായത് ഇവിടെ ചെയ്യേണ്ട ഒരു അതിനെന്താ ഇപ്പൊ അനാമിക മോളുടെ ഒരു വൈറൽ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് ഈ ചേച്ചി കണ്ടില്ലേ, തിരിഞ്ഞിട്ടില്ല. സീരിയസ് ആയിട്ട് അതെന്താ കാര്യം എന്ന് വെച്ചാല് അത്രയും ആ താളത്തിനും മോള് സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നു. അത് കറക്റ്റ് ഫ്രണ്ട് ചെയ്തത് ബാക്ക് ചെയ്തു, ഒരു ലേശം. പക്ഷെ എന്താ പറയാ, നമ്മൾ വളരെ ഓപ്പൺ മൈൻഡിൽ ചിന്തിച്ച് അത് ചെയ്യാൻ നല്ല പാടാണ്, അത്രയും അടവുകൾ ചേർത്ത് ചെയ്യാൻ. അതങ്ങനെ നമ്മൾ കാണുള്ളൂ. പിന്നെ എപ്പോഴും നല്ലത് മാത്രം പോരാ. എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു വായിച്ചപ്പോൾ. അല്ല, നമ്മുടെ ഇൻസ്റ്റയിലെ കൂട്ടുകാരൊക്കെ അങ്ങോട്ടൊന്ന് കയറാൻ നിൽക്കുമായിരുന്നു, ഒരു അവസരം കിട്ടിയപ്പോൾ ചാടി കയറി. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കുന്നവരുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് നല്ലതിൻ്റെ ഇടയ്ക്ക് അല്പം മൈനസ് ഒക്കെ വരും, നോ പ്രോബ്ലം. തീർച്ചയായിട്ടും. പിന്നെ നല്ല അതെ ഒറ്റ സ്റ്റെപ്പേ തെറ്റിയുള്ളൂ. പിന്നെ ഞാൻ ഓണം ബേസ് ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്കിങ്ങനെ മലയാളികൾ മുഴുവനായിട്ട് മഴ വരുന്നു, അതെ മഴ പെയ്യുക പറയണോ, അതായത് മലയാളികൾ ഫുള്ളായിട്ട് എല്ലാം നിർത്തിയിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് അവരുടെ ആഘോഷ സന്തോഷം ആ ഒരു കുറച്ച് ദിവസം, ഇപ്പം കടയാണെങ്കിലും എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ അതാ ആലോചിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല, വീട് ആഘോഷം, അത്രമാത്രം, അത്രേ ഉള്ളൂ. വീണ്ടും പറയണോ? എങ്ങനെ ഉണ്ടായിരുന്നു മഴ? അഥവാ എനിക്ക് ഓടിക്കറാം പറഞ്ഞോ. നല്ലതായിരുന്നു ചേച്ചി. ഞാൻ ഒന്നും തെറ്റിച്ചില്ല, ഞാൻ എല്ലാം കറക്റ്റാണ് കളിച്ചത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു എനർജി കുറവ് ഫീൽ ചെയ്തു. എനർജി കുറവ് ഫീൽ ചെയ്തു. പക്ഷേ
ഞാൻ സ്റ്റെപ്പെല്ലാം കളിച്ചായിരുന്നു, പക്ഷെ എനർജിയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത്തവണത്തെ ഓണം എന്ന് പറഞ്ഞാൽ മഴയോണമാണ് നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് ഓണമെന്നില്ല, എല്ലാ വർഷവും ഓണമുണ്ട്, ഇത്തവണ ഓണമുണ്ട്. സന്തോഷം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നല്ലായിരുന്നു. എന്താ മീൻസ് ഒരുപാട് പാട്ടുകൾ ചേർത്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ഒരു കുഞ്ഞു സമ്മാനം. അതെ, കുഞ്ഞു സമ്മാനം. ഓണം കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. അല്ലല്ല, പണ്ട് ഞാൻ കുഞ്ഞിലെ ഓണത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോ ഇത് എഴുതാറുണ്ട്. പിന്നെ ജാതിയെന്നോ മതമെന്നോ ഒന്നും ഇല്ലാതെ എല്ലാ മലയാളികളും ഒരുപോലെ നമുക്കങ്ങനെയില്ല, ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. നമ്മൾക്കെല്ലാം ഒരുപോലെ. പിന്നെ ഇന്ന് ഞാൻ കല്യാണത്തിന് പോയത് പോളിയും പായസവും തിന്നാനാണ്. അപ്പം മെയിൻ അതിനാണ് ഞാൻ സത്യത്തിൽ പോയത്. എന്തായാലും എനിക്കത് കിട്ടി. എനിക്കെന്ത് സന്തോഷമായിരുന്നു അറിയാം. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമുക്ക് മഴ പെയ്യുവാണ്, അകത്തോട്ട് കയറേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങളും കത്തി കേട്ട് അല്പം ബോറടിച്ച് കാണും. എല്ലാരും പറയും ഓണത്തിനെ പറ്റിയല്ല സദ്യയെ പറ്റിയാണ് പറഞ്ഞതെന്ന്. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതിന് മുന്നേ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയം നിറഞ്ഞ എന്റെയും നമ്മുടെ നിത്യതിമാരുടെയും നിത്യതി ഫാമിലിയുടെ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ മക്കളുടെയും പേരൻസിന്റെ എല്ലാവരുടെയും പേരിലായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, പ്രോഗ്രാം വരുന്ന 30-ാം തീയതി നമ്മുടെ നിത്യതയുടെ ഓണാഘോഷ പരിപാടിയും നടത്തുന്നുണ്ട്. വളരെ നന്നായിട്ട് അതിൻ്റെ ഒക്കെ വീഡിയോ വരുന്നതാണ്. ഇനി മറ്റു നല്ലൊരു വീഡിയോയിൽ കാണാം. വേഗം കയറുന്നത് ബട്ടർ ഫ്രൂട്ടൊക്കെ കഴിക്കാം കേട്ടോ. ടാറ്റ, നല്ലൊരു വീഡിയോ തന്നെ വരാം. ഫുൾ മഴ ഓടിക്കോ. കേറ് മക്കളെ, ലില്ലിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ഇറങ്ങ കേറ. ചേച്ചി ഇത് ഓണാണോ?